ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. SSK ബുക്ക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുട്ട് റെസിപ്പിയാണ് കേട്ടോ കാണിക്കണേ. അപ്പോൾ വിചാരിക്കും പുട്ടിപ്പോൾ എല്ലാവരും ഉണ്ടാക്കണതല്ലേ, എന്താ അപ്പോൾ അതൊന്ന് കാണിക്കാനുള്ളതെന്ന്. പക്ഷേ ഇതൊരു വെറൈറ്റി പുട്ട് റെസിപ്പിയാണ്. അപ്പോൾ അത് നമ്മൾ പുട്ടുപൊടി ഉണ്ടോ അത് പൊടിച്ച് ആദ്യം തന്നെ പൊടിച്ച് വെച്ച പൊടി, വറുത്ത പൊടി കൊണ്ടൊന്നുമല്ല നമ്മൾ പുട്ടുണ്ടാക്കണേ. നമ്മൾ ചോറ് വയ്ക്കണ മട്ട അരി, അതായത് റെഡ് റൈസ്, അത് വെച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. തലേദിവസം രാത്രി അരി നന്നായി കഴുകി വെള്ളമൊഴിച്ച് കുതിരാൻ വയ്ക്കണം. രാവിലെ ആ അരി എടുത്ത് ഒന്ന് വെള്ളം വാർത്തി വെച്ചതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. പൊടിക്കുമ്പോൾ നല്ല നൈസായി പൊടിയേണ്ട ആവശ്യമില്ല. പിന്നെ ആക്ച്വലി ഇത് നൈസായി പൊടിയുമില്ല, പുഴുക്കല്ലി അരി ആയതുകൊണ്ട്. പൊടിച്ചതിന് ശേഷം കുറച്ച് തരിതരിപ്പായിട്ടാണ് ഇതിരിക്കുക. പൊടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ജീരകവും ഉപ്പും ഇട്ട് നല്ലതുപോലെ കൈ വെച്ചൊന്ന് മിക്സാക്കി എടുക്കണം. ഇങ്ങനെ മിക്സാക്കിയിട്ട് ഉടനെ തന്നെ പുട്ടുണ്ടാക്കണം. ഒരിക്കലും വെക്കരുത്, വെച്ചാൽ ഡ്രൈ ആയി പോകും. ഇപ്പോൾ അത്യാവശ്യം പുട്ടുപൊടി നനച്ചാതെ നനവ് തന്നെ ഇതിനുണ്ട്. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ചിരട്ടയിലാണ് അധികം ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം തേങ്ങ ചിരകിയത് ഇട്ടു. ഇനി നമ്മുടെ പൊടി റെഡിയാക്കി വെച്ചത് കുറച്ചിട്ട് കൊടുത്ത്, പിന്നെ ഇടയിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അത് ചിലർക്ക് തേങ്ങ ഇടണത് അത്ര ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അവർ കുറച്ചിട്ടാൽ മതി. ഇവിടെ തേങ്ങ നല്ല ഇഷ്ടമാണ് ഇടുന്നത് കൊണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയിലും കുറച്ച് തേങ്ങ ഇടും. പിന്നെ ഈ പുട്ട് അരി പൊടിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ചിട്ട് ഇളക്കിയിട്ട് പുട്ടുണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിരട്ടയിൽ നമ്മുടെ പുട്ടുപൊടിയൊക്കെ നിറച്ചു, തേങ്ങയും കൂടെ. ഇനി നമുക്കിത്, ഞാൻ നേരത്തെ തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമാക്കിയിട്ട്. ഇനി അത് നമുക്കതിനൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയൊരു പുട്ടാണ്. മറ്റാകുമ്പോൾ നമ്മൾ അരി പൊടിക്കണം, വറക്കണം എന്നിട്ടൊക്കെ വേണം. അതൊന്നും ആവശ്യമില്ല. ഇതേ നമ്മുടെ പുട്ടൊക്കെ നല്ലപോലെ ആവി വന്നു, റെഡിയായി. കാണാൻ തന്നെ എന്താ രസം, നല്ല ചെമ്പാവരി പുട്ട്. വളരെ സോഫ്റ്റാണ് ഈ പുട്ട്. ഇത് തന്നെ നമ്മൾ ചോറ് വയ്ക്കണ വൈറ്റ് റൈസ്, പുഴുക്കല്ലരി കൊണ്ടും ഉണ്ടാക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇന്ന് കടലക്കറിയാണ്. പഴം, പപ്പടം, മുട്ടക്കറി, എന്ത് വേണമെങ്കിലും, ചിക്കൻ കറിയൊക്കെ ചേർത്ത് നമുക്ക് ഈ പുട്ട് കഴിക്കാം. അപ്പോൾ ഈ പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കും അറിയിക്കണം. താങ്ക് യു.